ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർവോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ബിഗ് ബില്യൺ ഡേക്ക്, അതായത് ഈ വരുന്ന ഒക്ടോബർ 8 തുടങ്ങുന്ന ഫ്ലിപ്കാർട്ടിൻ്റെ അകത്തുള്ള ബിഗ് ബില്യൺ ഡേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഫോണിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നത്തിങ് ഫോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് 1 ഇയർ മുമ്പ് ഇറങ്ങിയ നത്തിങ് ഫോണിൻ്റെ 1-ന് ഇപ്പോൾ ഏകദേശം ഫ്ലിപ്കാർട്ടിൻ്റെ അകത്ത് നമുക്ക് 29,000 രൂപയ്ക്ക് താഴെ, ഏകദേശം നമുക്ക് ബാങ്ക് ഓഫറും എല്ലാം കഴിഞ്ഞ് നമുക്കൊരു 23 രൂപയ്ക്ക് 8 GB റാമും അതുപോലെ 256 റോമും വരുന്ന ഒരു നത്തിങ് ഫോൺ നമുക്ക് വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് വേരിയൻ്റ് ഉണ്ട്, അതായത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നത്തിങ് ഫോൺ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേക്ക്, അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ ഈ വരാൻ പോകുന്ന ബിഗ് ബില്യൺ ഡേക്ക് ഏത് മികച്ച ഫോൺ എടുക്കണം, അതായത് നത്തിങ് ഫോൺ 1 എടുക്കണോ നത്തിങ് ഫോൺ 2 എടുക്കണോ എന്ന് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും തന്നെ നമുക്കത് സോർട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും വരുമാനമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെങ്കിലും നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ പേ ലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോൺ എടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഒരു നത്തിങ് ഫോൺ എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നത്തിങ് ഫോണിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ആ ഫോണിനെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിഞ്ഞ് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു 20,000-30,000 രൂപയാണ്. ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ല ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ ബേസ്ഡ്, ബാറ്ററി ബേസ്ഡ്, പെർഫോമൻസ് ബേസ്ഡ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ് നത്തിങ് ഫോൺ 1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നത്തിങ് ഫോൺ 1 ഏതെടുക്കണം, അല്ലെങ്കിൽ നത്തിങ് ഫോൺ 1-നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് നമുക്ക് എങ്ങനെ സോർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ കമ്പാരിസൺ ചെയ്ത് നമുക്ക് നോക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഒരു നത്തിങ് ഫോൺ എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം നത്തിങ് ഫോൺ ഓർണം ഞാൻ എങ്ങനെയാണ് പേ ലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് 1 രൂപ പോലും ഇല്ലാണ്ട് നമ്മുടെ പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ഇട്ട് തരുന്നതായിരിക്കും. കാരണം ഒരു ഫോൺ എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുടെ ഫോൺ ആയിക്കോട്ടെ, വാല്യൂ ഇല്ലാത്ത ഫോണാണെങ്കിലും, അതായത് ഞാൻ വാല്യൂ ഇല്ലാത്ത എന്ന് ഉദ്ദേശിച്ചത് വർക്കിംഗ് അല്ലാത്ത ഫോണാണെങ്കിലും, നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണെങ്കിലും, നിങ്ങൾ അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അറിയേണ്ട കാര്യങ്ങളും, എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നും പേ ലേറ്റർ EMI ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഫോൺ വാങ്ങാൻ സാധിക്കും. നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ നല്ലൊരു ഫോൺ വാങ്ങാനുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നത്തിങ് ഫോൺ ഏത് വാങ്ങണം, ഈ ബിഗ് ബില്യൺ ഡേക്ക് നിങ്ങൾക്ക് നത്തിങ് ഫോൺ ഏത് വാങ്ങണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണുക. നമുക്ക് ലൈവ് വീഡിയോയിലേക്ക് പോകാം. ഏത് ഫോണാണ് നമുക്ക് വാങ്ങേണ്ടത് എന്നുള്ള ലൈവ് വീഡിയോയിലേക്ക് പോകാം. വരുന്ന ബിഗ് ബില്യൺ ഡേക്ക്, അതായത് ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ബിഗ് ബില്യൺ ഡേക്ക് നിങ്ങൾക്ക് ഏത് ഫോൺ എടുക്കണം എന്ന് സംശയമുണ്ടെങ്കിൽ നത്തിങ് ഫോൺ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം നത്തിങ്ങിൻ്റെ 2 വേരിയൻ്റ് ഉണ്ട്, നത്തിങ് ഫോൺ 1-ഉം അതുപോലെ നത്തിങ് ഫോൺ 2-ഉം. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് ഏതാണ് നല്ല ഓഫറെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നത്തിങ് ഫോൺ എന്തുകൊണ്ട് ഞാൻ എടുക്കാൻ പറയുന്നു എന്ന് പറയുന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഫോണിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്ത് നിങ്ങൾ നത്തിങ് ഫോൺ 1 എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്തു. നത്തിങ് ഫോൺ 1 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നത്തിങ് ഫോൺ 1-ൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് വരുന്നത്. അതായത് നത്തിങ് ഫോൺ 1 ബ്ലാക്ക്, അതായത് ഇവിടെ നത്തിങ് ഫോൺ 1 എന്ന് എഴുതിയിട്ട് ഇവിടെ 16.64 cm, അതായത് 6.55 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ്. അതായത് 4500 ബാറ്ററി ചാർജ് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ താഴത്തോട്ട് വരികയാണെങ്കിൽ നത്തിങ് ഫോൺ 2 ഉണ്ട്. അപ്പോൾ നത്തിങ് ഫോൺ 2-ൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 17.02 സെൻറ്റിമീറ്റർ ഉണ്ട്, അതായത് 6.7 ഇഞ്ച് വലിപ്പമുണ്ട്. അപ്പോൾ നത്തിങ് ഫോൺ 1 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 6.55 ഇഞ്ചസ് ആണുള്ളൂ. അപ്പോൾ അതിനേക്കാളും നമുക്ക് കുറച്ചും കൂടെ വലിപ്പം കൂടുതൽ കിട്ടുന്നത് നത്തിങ് ഫോൺ 2 ആണ്. അതുപോലെ ഫുൾ HD ഡിസ്പ്ലേ തന്നെയാണ് നത്തിങ് ഫോൺ 2-ഉം ഫുൾ HD ഡിസ്പ്ലേ ആണ്. ബാറ്ററി മാത്രം 4700 mAh ആണ്. പക്ഷേ നത്തിങ് ഫോൺ 1-ൽ 4500 mAh ആണ്. അതായത് ജസ്റ്റ് ഒരു 200 mAh-ൻ്റെ ഡിഫറൻസ് മാത്രമുള്ളൂ നത്തിങ് ഫോൺ 1-ഉം 2-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് നത്തിങ് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കാരണം നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു 30,000 രൂപയുടെ റേഞ്ചിൽ വരുന്ന, അതായത് ഒരു 20,000-30,000 രൂപ റേഞ്ചിൽ വരുന്ന ഏത് ഫോണാണോ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മികച്ചൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നത്തിങ് തന്നെയാണ്. കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോണിന്
ഇപ്പം ഇതിവിടെ നോക്കുവാണെങ്കിൽ നത്തിങ് ഫോണിൻ്റെ 1 ഉണ്ട് ബ്ലാക്ക്, അതിന് 128 GB വേരിയൻ്റാണ് വരുന്നത്. 8 GB റാമും ഉണ്ട്. 8 GB റാമിന് വരുന്നത് എന്ന് പറയുന്നത് 26,000 രൂപയാണ് വരുന്നത്. അതിൻ്റെ MRP എന്ന് പറയുന്നത് 37,999 രൂപയാണ്. എന്നാൽ നത്തിങ് ഫോൺ 1ൻ്റെ വൈറ്റ് വേരിയൻറ്റ് വരുന്നുണ്ട് 256 GB ആയിട്ട് വരുന്നതും 8 GB റാമാണ്. റോം എന്ന് പറയുന്നത് 256 GB, അതിന് വരുന്നത് 29,499. നമുക്കിവിടെ ഏറ്റവും മികച്ച ഓപ്ഷനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും 256 GB എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നത്തിങ് ഫോൺ 1 ഇവിടെ നമുക്ക് 26,999 രൂപയ്ക്ക് 128 GB വേരിയൻറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന നത്തിങ് ഫോൺ 1 തന്നെ വൈറ്റും ഉണ്ട് ബ്ലാക്ക് വേരിയൻറ്റും ഉണ്ട്. അതിന് നമുക്ക് ലഭിക്കുന്നത് 256 GB 29,999 അത് ബാങ്ക് ഓഫറും എല്ലാം കഴിഞ്ഞ് നമുക്ക് 22,149 നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നിങ്ങൾ നോക്കി 256 GB-ക്ക് 29,499 128 GB-ക്ക് 26,999. ജസ്റ്റ് ഒരു 2,500 രൂപ 3,000 രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ 128 GB-യും അതുപോലെ 256 GB-യും തമ്മിലുള്ള എത്ര എമൗണ്ട് ഡിഫറൻസ് ഉണ്ട് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഒരു 5,000 രൂപയ്ക്ക് താഴെ വരുന്ന ഡിഫറൻസ് ആണെങ്കിൽ എപ്പോഴും നല്ലത് 256 GB എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ഞാൻ എപ്പോഴും 256 എടുക്കാനാണ് എപ്പോഴും എല്ലാവരോടും പറയുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 GB എന്ന് പറയുന്നത് പെട്ടെന്ന് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 256 ഒരു 5,000 രൂപയ്ക്ക് റേഞ്ചിൽ താഴെ നിൽക്കുന്ന 256 ആണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലത് 256 എടുക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നത്തിങ് ഫോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 1 ആണോ നല്ലത്, നത്തിങ് ഫോൺ 2 ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 1-ന് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു. ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന ആളല്ല, ജസ്റ്റ് ഫോണൊന്നും കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ 128 GB എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ അത് വീഡിയോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ 128 GB അവർക്ക് മതിയാവും. എന്നാൽ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കും, നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ നത്തിങ് ഫോൺ 1-ൻ്റെ 256 GB ആയിരിക്കും നല്ലത്. എന്നാൽ നത്തിങ് ഫോൺ 2-ലേക്ക് എത്തുകയാണെങ്കിൽ നത്തിങ് ഫോൺ 2-ൻ്റെ ഡാർക്ക് ഗ്രേ ഉണ്ട്, അതുപോലെ വൈറ്റ് ഉണ്ട്, ഡാർക്ക് ഗ്രേ ഉണ്ട്. 2 വേരിയൻ്റാണ് വന്നിരിക്കുന്നത്. അതിൽ 128 GB-ക്ക് 44,999. നത്തിങ് ഫോൺ 1-ന് 26,999 128 GB-ക്ക്. ഇവിടെ 44,999. അന്നേരം 8 GB റാം ഉള്ളൂ, 128 GB ഇതുള്ളൂ. പിന്നെ സ്പെസിഫിക്കേഷൻ വ്യത്യാസമുണ്ട്. നത്തിങ് ഫോൺ 2-ൻ്റെ വൈറ്റ് 512 GB-യുടെ വരുന്നത് 54,999. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം ഇതിന് 12 GB റാമും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നത്തിങ് ഫോൺ 2 എടുക്കുകയാണെങ്കിൽ ഡാർക്ക് ഗ്രേ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ 256 GB-ക്ക് വരുന്നത് 49,999. അപ്പോൾ നമ്മളിവിടെ കണ്ടു നത്തിങ് ഫോൺ 1-ന് 29,999, അതായത് 256 GB. ഇവിടെ നത്തിങ് ഫോൺ 2 എടുക്കുകയാണെങ്കിൽ 256 GB-ക്ക് വരുന്നത് 49,999. അതുപോലെ തന്നെ 512 GB വരുന്നത് അതിന് 54,999. അപ്പോൾ നിങ്ങൾ ഈ നത്തിങ് ഫോൺ 2-ൻ്റെ ജസ്റ്റ് ഡീറ്റെയിൽ നോക്കി. അതായത് 128 GB വരുന്നത് 44,999. അതും ഈ വരുന്ന ഇതുമായിട്ട് ഒരു 5,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. മാത്രമല്ല ഇവിടെ 12 GB റാമുണ്ട്, ഇതിൽ 8 GB റാമുള്ളൂ. പക്ഷേ നത്തിങ് ഫോൺ 1 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ 256 GB 8 GB റാം 29,999. അത് നമുക്ക് ഓഫർ പ്രൈസ് 22,000 രൂപയ്ക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൊബൈൽ ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് നോക്കുക. ശരിക്കും നിങ്ങളുടെ കയ്യിൽ ഒരു 20,000 25,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നത്തിങ് ഫോണിൻ്റെ ഈ ഫോൺ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതായത് ബ്ലാക്ക് വേരിയൻറ്റ് 256 GB 8 GB റാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 50,000 രൂപ റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നത്തിങ് ഫോൺ 2 എടുക്കണ്ട. ആ 2 എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഐഫോണോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഫോണുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു 50,000 റേഞ്ചിൽ നിങ്ങൾ ഒരിക്കലും നത്തിങ് ഫോൺ 2 എടുക്കണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ബഡ്ജറ്റ് എത്രയുണ്ടെന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ വേണം, ഗെയിം കളിക്കണം, ക്യാമറ വേണം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഒരു 50,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓപ്ഷൻസ് വേറെയുണ്ട്. നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഫോണുണ്ട്, അതുപോലെ ഐഫോൺ ഉണ്ട്. 50,000 രൂപയ്ക്കൊക്കെ നമുക്ക് ഐഫോൺ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗ് എടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ കുറച്ച് ബാറ്ററി ബാക്കപ്പ് വേണം, നല്ല പെർഫോമൻസ് വേണം, ഗെയിം കളിക്കണം. എന്നാൽ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 20,000 30,000 റേഞ്ച് ഉള്ളൂ എങ്കിൽ
തീർച്ചയായും നിങ്ങൾ എടുക്കേണ്ട ഫോൺ എന്ന് പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ നത്തിങ് ഫോൺ 1 തന്നെ എടുക്കുക. അതിൻ്റെ 256 GB വേരിയൻ്റ് എടുക്കുക. 8 GB റാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ 256 GB ഇൻറ്റേർണലും നൽകുന്നുണ്ട്. നല്ല റേറ്റിങ്ങും ഒക്കെയുള്ള ഫോൺ തന്നെയാണിത്. കാരണം ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ മനസ്സിലാവും. ഏറ്റവും നല്ലൊരു ഫോൺ തന്നെയെന്ന് ഞാൻ പറയാം. കാരണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോൺ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്ക്ക് വന്നിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയ നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് ഫോൺ വേണമെങ്കിലും ചൂസ് ചെയ്യാം. എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നത്തിങ് ഫോൺ 1 ബ്ലാക്കിൻ്റെ 256 GB വേരിയൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ 20,000-നും 30,000-നും ഇടയ്ക്കുള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായും നത്തിങ് ഫോൺ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. കാരണം നത്തിങ് ഫോൺ 1-ന് ഇപ്പോൾ ബാങ്ക് ഓഫറും എല്ലാ ഓഫറുകളും കൂട്ടി നമുക്കൊരു 23 രൂപയ്ക്ക് എടുക്കാൻ സാധിക്കും. ഏകദേശം 49 രൂപ അല്ലെങ്കിൽ 40 രൂപയോളം വരുന്ന 40,000 രൂപയോളം വരുന്ന ഒരു മൊബൈൽ ഫോൺ നമുക്ക് ഓഫറും എക്സ്ചേഞ്ചും എല്ലാം കഴിഞ്ഞ് നമുക്ക് 23 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണത്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഇനി ബിഗ് ബില്യൺ ഡേ 8-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 8-ന് സ്റ്റാർട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഇനി എമൗണ്ട് ഡിക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ഓപ്ഷൻ, അതായത് മറ്റു ഫോണുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ പെർഫോമൻസിനും നല്ലൊരു ഫോൺ എന്ന് പറയുന്നത് നത്തിങ് തന്നെയാണ്. അപ്പോൾ ഞാൻ മാക്സിമം നിങ്ങളോട് നത്തിങ് എടുക്കാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ഗുഡ് ഇൻ്റർഫേസ് ഉള്ളൊരു ഫോണാണ്, നല്ല പെർഫോമൻസ് ഉള്ളൊരു ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ എല്ലാവരുടെ ഒപ്പീനിയൻസ് നോക്കിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നത്തിങ് ഫോൺ എടുക്കുക. ഒരു നത്തിങ് ഫോൺ ലൈവായിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യം, അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിക്കോട്ടെ, അത് വിട്ടിട്ട് എങ്ങനെ നമുക്ക് ഒരു നത്തിങ് ഫോൺ വാങ്ങാം എന്നുള്ള ലൈവ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കണ്ടിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അത് ലൈക്ക് ചെയ്ത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തി മാക്സിമം കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക.